ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 15 ഇന്ന് ദേശീയ വനിതാ കർഷക ദിനം. ഇതിനോടനുബന്ധിച്ച് മാങ്കുളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ശ്രീമതി ഗ്രീഷ്മ വി മാത്യു നയിക്കുന്ന ഒരു ചർച്ചയാണ് കിസാൻ വാണിയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ആനി ജോർജ് മുണ്ടൻചാലിൽ പാറത്തോട്, ലിസി ജോയി എളമ്പശ്ശേരിൽ പുല്ലുകണ്ടം പാറത്തോട്, സലോമി ദേവസിക്കുട്ടി എടപ്പുളവൻ തോക്കുപാറ. വനിതകൾ സംരംഭകരാവുമ്പോൾ രാഷ്ട്രീയ മഹിളാ കിസാൻ ദിവസ് അഥവാ ദേശീയ വനിതാ കർഷക ദിനമാണ് ഇന്ന്. കാർഷിക മേഖലയിൽ ഇന്നത്തെ നമ്മുടെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വ്യക്തമായ നല്ല വില ലഭിക്കുന്നില്ല എന്നത്. ഇതുമൂലം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാവാതെ കൃഷിയിടത്തിൽ തന്നെ കിടന്ന് നശിച്ചു പോവുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിന് വളരെയധികം പ്രസക്തിയേറുന്നു. വനിതാ ചെറുകിട സംരംഭകരായ 3 വനിതകളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ഇവരുടെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും നമുക്കിന്ന് ചോദിച്ചറിയാം. ഞാൻ ഇടുക്കി ജില്ല ദേവികുളം ബ്ലോക്കിലുള്ള മാങ്കുളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഗ്രീഷ്മ വി മാത്യു. എത്തിച്ചേർന്നിട്ടുള്ള മറ്റോരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓരോരുത്തരും അവരവരുടെ പേരും അവരവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും സ്വയം ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആനി ജോർജ്, പാറത്തോട് കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് സംരംഭകയാണ്. മുറുവെണ്ണ, ഉരഗുളിക, ചേനപ്പൊടി, ചക്കപ്പൊടി, പിന്നെ താളിപ്പൊടി ഇവയെല്ലാം ഉണ്ടാക്കുന്നു. എൻ്റെ പേര് ലിസി ജോയി, ഞാൻ പാറത്തോട് വരുന്നു. ഞാനൊരു സംരംഭകയാണ്. ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചമരുന്നുകൾ ഉണ്ടാക്കി പൈൽസ് രോഗത്തിന്, തലവെട്ടലിന്, സ്റ്റോണിന്, ഇങ്ങനെയുള്ള മരുന്നുകൾ ഞാൻ തന്നെ പച്ചമരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ചിപ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ ഐറ്റംസ് വിറ്റ് പോകുന്നത് കപ്പളങ്ങ, കുമ്പളങ്ങ, ഇതാണ് കൂടുതൽ ഇപ്പോൾ വിറ്റ് പോകുന്നത്. എൻ്റെ പേര് സലോമി ദേവസിക്കുട്ടി, പള്ളിവാസൽ പഞ്ചായത്ത് തോക്കുപാറ കൃഷിഭവൻ്റെ കീഴിൽ നിന്നും വരുന്നു. ഞാൻ ജാക്ക് ഫ്രൂട്ട് ഉൽപ്പന്നങ്ങളുടെ ഒരു യൂണിറ്റ് ആണ് നടത്തി കൊണ്ടുവരുന്നത്. ജാതിക്ക വെച്ചുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, ചക്ക ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ എല്ലാം കൊണ്ടുവരുന്നു. ഡെയിലി ഞാൻ കടകളിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വനിതാ സംരംഭകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ സാഹചര്യം നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പം അതിനായിട്ട് ആനി ചേച്ചി എങ്ങനെയാണ് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടി ചേച്ചിക്കുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ? ADS കൂടിക്കഴിഞ്ഞപ്പോൾ അവർ മുറുവെണ്ണ ഉണ്ടാക്കുന്ന കാര്യം, ഉരഗുളിക ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനൊരു ട്രെയിനിങ് കിട്ടി. ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കുറേ കുടുംബശ്രീക്കാരെല്ലാവരും കൂടെ കൂടി അത് ചെയ്തു. അവിടെ നിന്ന് ആ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് ചേച്ചി പഠിച്ചത്? ട്രെയിനിങ്ങിൽ കൂടെ മുറുവെണ്ണ മാത്രം ഉണ്ടാക്കാനാണോ പഠിച്ചത്? മുറുവെണ്ണ ഉണ്ടാക്കാൻ പഠിച്ചു, ഉരഗുളിക ഉണ്ടാക്കാൻ പഠിച്ചു, പിന്നെ ചേനപ്പൊടി വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഉള്ള ട്രെയിനിങ് ചേച്ചിക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അതൊരു ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടാണ്. ആയുർവേദ ഡോക്ടർ ആവശ്യപ്പെട്ടു. ഓക്കെ, അതിന് പരിശീലനം എവിടെ നിന്ന് കിട്ടി? സാർ എന്തെങ്കിലും ബുക്ക് തന്നോ? ഡോക്ടർ തന്നെ ഇന്നോട് പറഞ്ഞു തന്നു, ഇന്ന പോലെ പൊടിക്കണം എന്ന്. ലിസി ചേച്ചിയുടെ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ ഒരു സംരംഭകയാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീയിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ സ്വയം തൊഴിൽ ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്ത് തരാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസ് കൂടി, എഡീസിലൊക്കെ പോയി ഒരു ക്ലാസ് കൂടി. അങ്ങനെ സിന്ധു തോമസ് ആണിനെ പരിചയപ്പെട്ടു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിലൂടെ നമ്മൾ സ്വന്തമായിട്ട് സംരംഭം എങ്ങനെ ചെയ്യാമെന്നുള്ള നല്ലൊരു ക്ലാസ് എനിക്ക് കിട്ടി. അതോടുകൂടിയാണ് ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ അച്ചാറുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. FSSA എടുത്തു. അതിൻ്റെതായ എല്ലാ എനിക്ക് പറഞ്ഞു തന്നതിനെ പ്രോത്സാഹിപ്പിച്ച നല്ലൊരു രീതി കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുടുംബശ്രീയുടെ ഒരു പങ്ക് ചേച്ചിയുടെ സംരംഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് ചേച്ചിനെ ഇതിൽ സഹായിച്ചതും എല്ലാം ഒന്ന് പറയാമോ? എന്നെ സഹായിച്ചത് സിന്ധു തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്കാരി ഇതിൻ്റെ കുടുംബശ്രീയിലെ MUC ആണ്. പുള്ളിക്കാരിയുടെ ക്ലാസ്സാണ് ഞാൻ കേട്ടത്.
അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി അങ്ങനെയാണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു തരാം, ചേച്ചി നല്ല രീതിയിൽ കൂടെ കാര്യങ്ങൾ ചെയ്തോ, ഞങ്ങൾ പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്വയം തീരുമാനിച്ചു, കടയിൽ നിന്നൊന്നും മേടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കാതെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ കപ്പളങ്ങ, കുമ്പളങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം കപ്പളങ്ങയാണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അത് വിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കൂടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയും പറമ്പിൽ കിടന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അത് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് ചെത്തി ഇച്ചിരി വെയിലത്ത് വെച്ച് ഉണക്കി ഒത്തിരി എണ്ണയൊന്നും ചേർക്കാത്ത രീതിയിൽ സ്വന്തമായിട്ട് മുളക് മേടിച്ച് പൊടിപ്പിച്ചല്ലാതെ നമ്മൾ ഇതിനകത്ത് മീറ്റായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടികളോ ഒന്നും ചേർത്തല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, സ്വന്തമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ വിറ്റ് പോകുന്നുണ്ട്. സ്റ്റോക്ക് ചെയ്യുന്നില്ല, പറയുന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓക്കെ, സലോമി ചേച്ചിയുടെ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാമോ? ഞാൻ 2001 മുതൽ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചു വരുവാണ്. 2014 രജിസ്റ്റർ ചെയ്ത സംരംഭമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അന്ന് ഞങ്ങൾ സോപ്പ് ഓയിൽ, സോപ്പ് പൊടി ഒക്കെയാണ് നിർമ്മിച്ചത്. അത് അങ്ങനെ അങ്ങ് തുടർന്ന് പോയി. പിന്നെ നമുക്ക് 2016-17 തോക്കുപാറ കൃഷിഭവന്റെ കീഴിൽ നമ്മുടെ സിജിമാട വരുന്ന സമയത്ത് നമുക്കൊരു ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു ക്ലാസ് നമുക്ക് ലഭിച്ചു. അത് ഏത് പദ്ധതിயின் പ്രകാരമാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാസ് ലഭിച്ചത്? ആ പദ്ധതി ഒന്ന് വിശദമാക്കാൻ പറ്റുമോ? ആത്മ പദ്ധതിയിലാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് ലഭിച്ചത്. അത് ഏത് കൊല്ലമാണ് ചേച്ചി? 2016-17 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ക്ലാസ് ലഭിച്ചു. CDSലെ എല്ലാ കുടുംബശ്രീകൾക്കും ആയിരുന്നു. പക്ഷേ സംരംഭം ഞങ്ങൾ തുടർന്ന് നടത്തിയത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു. 3-4 പേരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടത്തിയിട്ട് തൊടുപുഴ വെച്ച് ആത്മയുടെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഒരു ഉയർച്ചയ്ക്ക് ഒരു കാരണമായത്. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ഞങ്ങൾ കുറേ ഉൽപ്പന്നങ്ങളുമായിട്ട് പോയി അത് അവിടെ വിറ്റു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോയി. ഞങ്ങൾക്ക് 2018 കൃഷി വകുപ്പിന്റെ ഏറ്റവും നല്ല ഗ്രൂപ്പിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കണമെന്ന് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. അപ്പം ലിസി ചേച്ചി അതിനെക്കുറിച്ച് വിശദമായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആനി ചേച്ചിയോട് ചോദിക്കാം, ചേച്ചി ഉണ്ടാക്കുന്ന മുറിവെണ്ണയുടെ മരുന്നുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നൊന്ന് പറയാമോ? മുറിവെണ്ണയുടെ മരുന്ന് നമ്മൾ 2 ദിവസം നമ്മൾ ശേഖരിക്കണം. പറമ്പിൽ നിന്ന് പറിച്ച്. അത് ചേച്ചിയുടെ സ്വന്തം പറമ്പിൽ നിന്ന് തന്നെയാണോ? ഇല്ല, പല സ്ഥലത്തുനിന്ന് പോകണം. പാടത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട്, പറമ്പിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട്. തൊലിയുണ്ട്, ഉങ്ങെന്ന് പറയുന്നതിന്റെ ഒരു തൊലിയുണ്ട്, അതിന്റെ തൊലി മെയിനായിട്ടും വേണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചേച്ചിനെ ശേഖരിക്കാൻ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും? ചേട്ടനുണ്ട്, ചേട്ടനെല്ലാ സപ്പോർട്ടും ഉണ്ട്. പിള്ളേര് വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാ കാര്യത്തിനും സഹായിക്കും. അപ്പൊ ഈ മുറിവെണ്ണ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം കാലയളവ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഈ സാധനങ്ങളെല്ലാം സമയത്ത് കിട്ടണം, ഒരു നിശ്ചിത അളവിൽ കിട്ടണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു കിലോ എങ്കിലും അല്ലെങ്കിൽ 1 ലിറ്റർ എങ്കിലും എണ്ണ ഉണ്ടാക്കണമെങ്കിൽ ചേച്ചിയുടെ എത്ര നാളത്തെ പ്രൊസീജിയർ ആയിരിക്കും അത്? 2 ദിവസം നമ്മൾ ഫുള്ളായിട്ടും രാവും പകലും പണിയണം. വൈകിട്ട് 5 മണിക്ക് ഇതെല്ലാം ഇവിടെ കൂട്ടി നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ്, നമ്മൾ സ്വയമായിട്ട് കൈ കൊണ്ട് ഇടിച്ച് പിഴിയുകയാണ്. ഉരലിനകത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് 5 മണിക്ക് കയറ്റിയ നേരം വെളുപ്പ് ഒരു 3:30 ആകുമ്പോഴാണ് നമ്മൾ വാർപ്പ് അടുപ്പിൽ നിന്ന് ഇറക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ അതുപോലെ ചേനപ്പൊടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ചേന പൊടിക്കണമെങ്കിൽ എന്തായാലും ചേന ഡ്രൈ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഡ്രയർ ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പൊടിക്കുന്നത്, അരിഞ്ഞ ശേഷമാണോ പൊടിക്കുന്നത്, അതൊക്കെ ഒന്ന് പറയാമോ? അത് നമ്മൾ കൈ കൊണ്ട് തന്നെ അരിയുവാണ്. തീർത്ത് കട്ടി കുറച്ച് അരിയുക, കഴുകുക, നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് അത് നന്നായിട്ട് നല്ല പായാണെങ്കിൽ പായാൽ വെച്ച് നമ്മൾ വെയിലത്ത് തന്നെ ഉണങ്ങണം. ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ വെള്ളം വലിഞ്ഞു കിട്ടണം. അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ആയിപ്പോയാൽ പറ്റൂല. അത് കാരണം നമ്മൾ അങ്ങനെ ഉണങ്ങി ഒറ്റ ദിവസം കൊണ്ട് ആ വെള്ളം വലിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഉണക്കിയെടുത്ത് പൊടിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് സലോമി ചേച്ചിയിലേക്ക് വരാം. ചേച്ചി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറയുക. പിന്നെ അതുപോലെ അത് കാർഷിക ഉൽപ്പന്നമാണെങ്കിൽ ചേച്ചിയുടെ സ്വന്തം പറമ്പിൽ നിന്നാണോ അതോ എവിടെ നിന്നാണ് അത് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. സ്വന്തം പറമ്പിൽ നിന്നാണ് ചക്ക എല്ലാം നമുക്ക് ശേഖരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ജാതിക്ക ശേഖരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കടകളിൽ കൊടുക്കുന്നതിൽ ബർഗറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ വച്ചിരിക്കുന്ന പച്ചക്കറി നമ്മുടെ കൃഷി തന്നെയാണ്. പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട വന്നിട്ടില്ല ഇതുവരെ. ഇതെല്ലാം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, ഒരു സംരംഭം ചെറുകിടമായാൽ പോലും അതിനൊരു സാമ്പത്തിക സഹായം ആവശ്യമാണ്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സംരംഭത്തിലെ സാമ്പത്തിക സഹായം എങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ആനി ചേച്ചിയുടെ കാര്യങ്ങളൊന്ന് പറയാമോ? ആദ്യമേ തന്നെ കുടുംബശ്രീയിൽ നിന്ന് ഒരു നല്ലൊരു സപ്പോർട്ടുണ്ട്. അവർ നമ്മളെ ഈ സംരംഭം നടത്താൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് പൈസ തന്നു, ലോണായിട്ട് തന്നു. അത് നമ്മൾ അതുകൊണ്ടാണ് ആദ്യമേ തുടക്കം ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ RKDP എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് നമ്മൾ അവിടുന്ന് ലോൺ എടുത്തു.
ഓക്കെ, അപ്പൊ ആ ലോണുകളെല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ അടയാൻ ചേച്ചിക്ക് എല്ലാം അതിനുള്ള ഇത് കിട്ടുന്നുണ്ടോ? നമ്മുടെ ഈ സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? സംരംഭത്തിൽ നിന്ന് ലഭിക്കും. നമുക്ക് വിപണി കുറവാണ്. വിപണി അപ്പൊ ചേച്ചി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം വിപണിയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം കൊടുക്കണമെങ്കിൽ ചേച്ചി എങ്ങനെയാണ് ഇപ്പോൾ ഈ വിൽപ്പന നടത്തുന്നത്? എങ്ങനെയാണെന്നൊന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനങ്ങൾ അവിടെ വിൽക്കാതെ വരുന്നില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടാവണം. അപ്പൊ ചേച്ചി ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളൊക്കെ പലരും അറിയണം. അതാണ് വിൽപ്പനയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ, അല്ലേ? ഓക്കെ, ലിസി ചേച്ചിയുടെ കാര്യങ്ങളൊന്ന് പറയാമോ? എന്താണ് വിൽപ്പനയിൽ ചേച്ചിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പാവയ്ക്ക ഞങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് നമുക്ക് തന്നെ പറമ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരി കൂടുതൽ പാവയ്ക്ക ഒറ്റ രീതിയിൽ തന്നെ മൂത്ത് കിട്ടിയതുകൊണ്ട് ആ പാവയ്ക്ക നമ്മൾ അച്ചാറിടാമെന്നുള്ള രീതിയിൽ ആദ്യം നമ്മളത് പയ്യെ വാട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അതൊരു മഴ തൂളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് സംഭവിച്ച ഒരു 10 കിലോ പാവയ്ക്ക ഞാനിങ്ങനെ ഉണങ്ങി ഒരു ദിവസം ഒന്ന് ഉണങ്ങി 2ാമത്തെ ദിവസം ഉണങ്ങാൻ വേണ്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം മഴ നനഞ്ഞ ഒരു ശകലം പൊടി വീണ പിന്നെ അത് നമ്മൾ അച്ചാറിട്ടാൽ പറ്റത്തില്ല, വിപണി കൊടുക്കാൻ പറ്റില്ല. പാവയ്ക്ക ശരിക്കും പൂത്തുപോകും. അതെനിക്ക് നഷ്ടം വന്നു. അതെനിക്ക് അതിലൂടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെ സംഭവിച്ചത് കൊണ്ട്. പിന്നെ ചക്കയൊക്കെ ആണെങ്കിലും വറുത്ത് നമുക്ക് ഒന്ന് സ്റ്റോക്ക് ചെയ്യാനാണെങ്കിലും കൂടുതൽ നമുക്കിവിടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ, വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനുള്ളൊരു സംരംഭം നമുക്കില്ല. പിന്നെ ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല. ലോൺ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംരംഭം എങ്ങനെ മുമ്പോട്ട് പോകുന്നു അതനുസരിച്ച് എനിക്ക് അതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോൺ അടയ്ക്കേണ്ട വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് എടുക്കണമല്ലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ലോണിലേക്കൊന്നും പോയില്ല. ഇതിൽ കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ പച്ചമരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തലവെട്ടൽ ഏറ്റവും കൂടുതൽ തലവെട്ടലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഞാനൊരു 3 ദിവസത്തേക്ക് പച്ചമരുന്ന് അവനവൻ്റെ പറമ്പിൽ തന്നെയുണ്ട്, അത് ചെയ്യുന്നു. പൈൽസ്, സ്റ്റോണ് അതൊക്കെ തന്നെ പച്ചമരുന്ന് കൊണ്ട് തന്നെ ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് പൈസയുടെ റേറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വരുന്നു, ഓരോരുത്തരും സൂപ്പെട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ കൂടെ തന്നെ പോകുന്നു. അപ്പോൾ അതായത് ചേച്ചിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തി മറ്റൊരാളോട് പറഞ്ഞാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. അതെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുമ്പളങ്ങ അതിപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ ഉള്ളവർ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അത് നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാർ അതിലേക്ക് കൂടുതലായിട്ട് എൻ്റെ സംരംഭത്തിൽ എനിക്ക് കൂടുതൽ വിപണിയിൽ കൊടുക്കാൻ പറ്റുന്നത് ഇതാണ്, കുമ്പളങ്ങ. അത് എന്നോട് ചോദിക്കാറുണ്ട്, അത് കൂടുതലായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിപ്സ് അതങ്ങനെ അങ്ങ് പോകുന്നു. ശരി ചേച്ചി. സലോമ ചേച്ചി, എന്താണ് തോക്കുപാറയിലാണോ ചേച്ചിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നത്? ചേച്ചിയുടെ ഹോം ടൗണിലാണോ ചേച്ചിയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതെന്ന് പറയാമോ? തൂക്കുപാറയിൽ കൂടുതൽ നമ്മൾ പള്ളിവാസൽ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 2ാം മൈൽ, മൂന്നാറ് ഇവിടേക്കാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി വകുപ്പ് വഴി നമുക്ക് നല്ലൊരു സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ജില്ലാ മിഷനിൽ നിന്ന് നമുക്ക് പലിശ കുറവുള്ള ലോൺ അനുവദിക്കുന്നുണ്ട്. അത് CDC വഴി MECമാർ നമ്മളെ അറിയിച്ച് അതനുസരിച്ച് ഞാൻ ലോൺ എടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിറ്റ് വരവിൽ നിന്നും ആ ലോൺ മാസം എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊരാളെ ആശ്രയിക്കാതെ എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വനിതാ സംരംഭക എന്ന നിലയിൽ ചേച്ചി അത്യധികം സന്തോഷവതിയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അത് കേൾക്കുന്നതിൽ സന്തോഷം. നമുക്കറിയാം, ആഹാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താലാണല്ലോ നമുക്ക് അത് അധികം നാൾ കേടാവാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ആഹാര വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് നിങ്ങൾ ആഡ് ചെയ്യാറുണ്ടോ? ഈ ആഹാരം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സലോമ ചേച്ചി തന്നെ അതൊന്ന് ആദ്യം വ്യക്തമാക്കാം. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ഒരു കെമിക്കലിൽ ചേർത്ത് ഒരു ഭക്ഷണ പദാർത്ഥവും തയ്യാറാക്കാറില്ല. കാരണം ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വീണ്ടും ചോദിച്ച ആളുകൾ വരുന്നുണ്ട്. കാരണം നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റ് ഇതൊന്നും ഇല്ലയെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ലിസി ചേച്ചിയുടെ അഭിപ്രായം പറയാമോ? ഞാൻ ഇതുണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും സ്റ്റോക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഓർഡർ അനുസരിച്ച് എന്നോട് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് പിന്നെ മുളക് പൊടിയാണെങ്കിലും കടയിൽ നിന്ന് മേടിച്ചതല്ല, നമ്മൾ മുളക് വാങ്ങിച്ച് വിപണിയിൽ നിന്ന് മുളക് വാങ്ങിച്ച് പൊടിച്ച് അത്യാവശ്യ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം വനിത എന്ന് പറയുമ്പോൾ നമുക്ക് വീട് ഒരിക്കലും ഒഴിവാക്കിയിട്ട് ഒരു സംരംഭം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൃഷി, അതുപോലെ സംരംഭം, കുടുംബം, ഈ 3 കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ 3 കാര്യങ്ങളും കൊണ്ടുപോകാൻ ആരൊക്കെയാണ് നിങ്ങളെ അതായത് ഒരു പാരലായിട്ട് കൊണ്ടുപോകണം, ഒന്നിൽ കുറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഈ 3 കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ ആരൊക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ സാധിക്കുന്നത്? ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ കാര്യം ഒന്ന് വ്യക്തമാക്കാമോ? ആട് ഉണ്ട്. ആടിനെ നോക്കാൻ ഇപ്പം നമ്മളൊരു ദിവസം മരുന്നുണ്ടാക്കുമെന്ന് പറയുകയാണ്, അപ്പോൾ തന്നെ ചേട്ടൻ നേരം വിളിക്കുമ്പോഴേ ഏറ്റുപോയി ആടിൻ്റെ കാര്യം ചേട്ടൻ നോക്കും, മുയലിൻ്റെ കാര്യവും ചേട്ടൻ നോക്കും. അപ്പോൾ അടുക്കളയിലെ കാര്യം ഞാൻ വേഗം ചെയ്യും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മരുന്നുണ്ടാക്കാനായിട്ട് ഇറങ്ങുള്ളൂ. അന്നേരം എല്ലാ കാര്യത്തിനും ചേട്ടനാണേലും സപ്പോർട്ട്, പിള്ളേരാണേലും സപ്പോർട്ട്, എല്ലാവരും അവർ അങ്ങനെ ഒത്തൊരുമയോടെ പോകുന്ന കാരണം
നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല ഒരിക്കലും. നമ്മളിങ്ങനെ സമയം നോക്കി ചെയ്യും. ഓക്കെ, ലിസ്റ്റ് ചേച്ചിയുടെ കാര്യമാണെങ്കിലോ? ഞാൻ അങ്ങനെ പകലല്ല, ഞാൻ കൂടുതലും അച്ചാർ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് വൈകുന്നേരങ്ങളാണ്. ചേട്ടൻ ജോലിക്ക് പോകുന്നതാണ്. എനിക്കൊരു മോനുണ്ട്. ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ഈ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സിലിയൻ മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് വൈകുന്നേരം ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം 3 പേരും കൂടെ കൂടിയിരുന്നാണ് അത് ചെയ്യുന്നത്. പിന്നെ വിപണിയിൽ കൊടുക്കാനാണെങ്കിലും ഓർഡർ അനുസരിച്ച് കൊടുക്കുമ്പോൾ ചേട്ടൻ്റെ കയ്യിലാണ് അത് കൊടുത്തു വിടുന്നത്. ചേട്ടൻ തന്നെ അത് കൊണ്ടുപോയി വിൽക്കുന്നു. സലോമി ചേച്ചി? എൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ ഇപ്പം ഇവിടെ വേദിയിലിരിക്കാൻ വരെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഭർത്താവാണ്. കാരണം ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു കൊച്ചുണ്ട്, അതിനെ നോക്കി ചേട്ടൻ വീട്ടിലിരിക്കുകയാണ്. ചേട്ടനാണ് നന്ദി പറയേണ്ടത് കൂടുതൽ. ഇപ്പം എല്ലാ ഉയർച്ചയ്ക്കും കാരണം ചേട്ടൻ തന്നെയാണ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ജാതി കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജാതിത്തൊണ്ട് ഏറ്റവും വേസ്റ്റായി പോകുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ നമ്മുടെ വേസ്റ്റായി കിടന്ന് അതിനകത്ത് മഴവെള്ളം കെട്ടി നിന്ന് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ജാതിത്തൊണ്ടിൽ നിന്ന് സലോമി ചേച്ചി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതുവഴി എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ, അതൊക്കെ ഒന്ന് വിശദീകരിക്കണേ. ജാതിക്ക തൊണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് അപ്പം തൊണ്ട് ശേഖരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി വൃത്തിയായിട്ട് കഴുകി തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൾപ്പ് ഉപയോഗിച്ച് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആ പൾപ്പ് ഉണ്ടാക്കാൻ ചേച്ചി എന്താ ഉപയോഗിക്കുന്നത്? കുക്കറാണോ? കുക്കറിൽ അതിൽ കപ്പാസിറ്റി എത്ര വരെ ചേച്ചി ഒരു ദിവസം ചേച്ചിക്ക് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത്ര കിലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ക്വാഷ് ഉണ്ടാക്കാം നമുക്കത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ പൾപ്പ് ഉണ്ടാക്കിയ ശേഷം എടുത്ത് ബോട്ടിൽ സൂക്ഷിക്കുന്നുണ്ടോ അതോ അപ്പോൾ ഉണ്ടാക്കി വിപണനം നടത്തുക? നമ്മളതെന്ന് വെച്ചാൽ യാതൊരുവിധ കെമിക്കലുകൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എടുത്ത് സൂക്ഷിച്ച് നമ്മൾ വെക്കുന്നില്ല. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇതിലാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ദാഹശമനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊത്തിരി എനിക്ക് പോകുന്നുണ്ട്. നല്ല ലേബല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് വിപണനം നടത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ പൾപ്പ് വെച്ച് മിക്സർ ഉണ്ടാക്കി അതൊക്കെ നമ്മൾ പഞ്ചായത്ത് തലത്തിലും എല്ലാം കൊടുത്ത് എല്ലാവരും നല്ല അനുഭവ സമ്പത്ത് പറഞ്ഞു. അതുപോലെ ജാതിക്ക വെച്ചിട്ട് ലഡു, അതൊരു ഫേവററ്റ് ഐറ്റമാണ്. അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അത് എന്നെ ഉണക്കിയെടുക്കാം നമുക്ക് ജാതിക്ക ലഡുവിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്? അതിനകത്ത് നമ്മൾ തേങ്ങ, ജാതിക്ക തൊണ്ടിന് ഉപരി തൊണ്ട് വേണം, അധികം വേണ്ട. നല്ല പുളിപ്പായതുകൊണ്ട് അത് കുറച്ചുണ്ടാവണം. പിന്നെ തേങ്ങ ആവശ്യമില്ല. പിന്നെ അത് വറക്കാനുള്ള നെയ്യ്, പിന്നെ അതിനകത്ത് നമ്മുടെ കടല ഇടാം, കശുവണ്ടി ഇടാം, മുന്തിരി ഇടാം. ഇതെല്ലാം നമുക്ക് ഇത് കഴിക്കാം. എന്നിട്ട് ചൂടോടുകൂടി നമ്മൾ ഈ അരിയുണ്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആരോഗ്യപരമായ ഒരു ലഡുവായിരിക്കും. ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റുന്ന ഇതാണ് തരത്തിലുള്ള ലഡുവായിരിക്കും. പിന്നെ അതിന്റെ പൾപ്പ് വെച്ച് തന്നെ, അതായത് പറമ്പിൽ കിടന്ന് മാഡം പറഞ്ഞതുപോലെ ചീഞ്ഞു പോകുന്ന ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കാമോ, മിക്സർ ഉണ്ടാക്കി ഞാൻ, അതും നല്ല സക്സസ് ആയിരുന്നു. അതും ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും എല്ലാം ഓർഡർ അനുസരിച്ച്, കടകളിൽ നിന്ന് ഓർഡർ അനുസരിച്ചിട്ട് ഒരേ സീസൺ സമയത്ത്. പിന്നെ നമ്മൾ ചക്കയുടെ മുള്ളു മുതൽ ഉപയോഗമാണ്. ചക്കയുടെ മുള്ളു ഉണക്കി പൊടിച്ച് നമുക്ക് ദാഹശമനി, ഷുഗർ പേഷ്യന്റിന് അത്യുത്തമമാണത്. അതങ്ങനെ നമ്മൾ മേളകൾ വരുമ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് ഒരു ട്രെയർ അത്യാവശ്യമാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സീസൺ അല്ലാത്ത സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉണങ്ങി വെച്ചാലാണ് പറ്റത്തുള്ളൂ. ഇപ്പോൾ സീസൺ സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ജാതിക്കത്തുണ്ട്, ചക്ക തീർന്നു, ജാതിക്കത്തുണ്ടും തീർന്നു വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു ട്രെയറാണ് അത്യാവശ്യം. അത് ഉണ്ടെങ്കിൽ ഒത്തിരി ഇതാണ്, സീസൺ മാറി വരുമ്പോഴാണ് അതിന് ഇച്ചിരിയുടെ മൂല്യം വരുന്നത്. അതെ, അതാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ. അതാണ് നമുക്ക് ഓഫ് സീസൺ സമയത്തും കിട്ടും. അപ്പോൾ അത് ഓഫ് സീസൺ സമയത്തിൽ നമുക്കത് ലഭ്യമാക്കണമെങ്കിൽ നമുക്ക് കുറെ യന്ത്രങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കറക്റ്റ് യന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിയണം. പിന്നീട് അത് വാങ്ങാൻ നമ്മളെ ആര് സഹായിക്കുമെന്ന് അറിയണം. അപ്പം അങ്ങനെ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഇനി അന്വേഷിച്ച് അത് കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ചാൽ ചിലപ്പോൾ ചേച്ചിയുടെ സംരംഭം കുറച്ചുകൂടെ ആൾക്കാരെ അറിയുകയും ചേച്ചിയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലധികം ദൂരത്ത് വിൽക്കപ്പെടുകയും ചെയ്യും. ഓക്കെ. പിന്നെ ലിസ് ചേച്ചി പറഞ്ഞല്ലോ പാവയ്ക്ക ഒരിത്തിരി പ്രാവശ്യം മഴ വീണ് ഉണങ്ങിപ്പോയെന്ന്. അപ്പോൾ അതിനെന്ത് പരിഹാരമാണ് ചേച്ചിക്ക് ഒന്ന് നിർദ്ദേശിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തൊക്കെ കുറവ് തോന്നിയത് കൊണ്ടാണ്, അതായത് ആ കുറവ് പരിഗണിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എനിക്ക് കുറച്ചുകൂടെ വിൽക്കാമായിരുന്നു, കുറച്ചുകൂടെ എൻ്റെ സംരംഭത്തിൽ ഉയരാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പാവയ്ക്ക ഇങ്ങനെ ഉണങ്ങാൻ പറ്റിയില്ല, പെട്ടെന്ന് മഴ നനഞ്ഞു പോയിട്ട് നമുക്കത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കും ഏറ്റവും വലിയ ഇതിനകത്ത് മുൻപോട്ട് പോകണമെങ്കിൽ ഒരു ടയർ ആവശ്യമുണ്ട്. ചക്കയുടെ സീസൺ നമ്മൾക്ക് ഹൈ റേഞ്ചിൽ മഴ പെട്ടെന്ന് വന്ന് അങ്ങ് പോകുന്നത് കൊണ്ട് ചക്കയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മഴയാകും. അപ്പം നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ട്രയറൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വിപുലീകരിച്ച് കുറച്ചുകൂടിയൊക്കെ സ്റ്റോക്ക് ചെയ്ത് അത്യാവശ്യം മുമ്പോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. അപ്പൊ ചേച്ചിക്കും യന്ത്രത്തിന്റെ ഒരു അപര്യാപ്തത വലിയൊരു പ്രശ്നമാണ്. അതുണ്ട്, അതെനിക്ക് അപ്പൊ ചേച്ചി പറ്റുമെങ്കിൽ ചേച്ചി തൊട്ടടുത്തുള്ള കൃഷിഭവനിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ വകുപ്പിലോ ഒന്ന് അന്വേഷിച്ച് ഈ യന്ത്രങ്ങളൊക്കെ ഏതെങ്കിലും സബ്സിഡി ലഭിക്കുമോ എന്നറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് അറിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന സംരംഭം ചേച്ചിനെ ഒരു പടിയും കൂടെ ഉയർത്താൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ആനി ചേച്ചി പറഞ്ഞല്ലോ ചേനപ്പൊടി ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഈ ചേനപ്പൊടി കൊണ്ട് എന്താണ് ഉപയോഗം? നമുക്ക് വീടുകളിലൊക്കെ നമ്മൾ ചേന കറി വെക്കാറാണ് സാധാരണ ചെയ്യാറ്, അല്ലെങ്കിൽ ഏതെങ്കിലും കറികളുടെ കൂടത്തിൽ ചേരുവയായിട്ടാണ് ചേർക്കാറ്. പക്ഷെ ചേനപ്പൊടിയുടെ ഉപയോഗം എന്താണ്? ചേനപ്പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഈ പൈൽസിൻ്റെ അസുഖം വരുന്നവർക്ക് അവർക്ക് കൊടുക്കാനാണെന്നാണ് ഡോക്ടർ നമ്മളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ നമ്മൾ കൊടുത്തത്. ഓക്കെ. അപ്പൊ അത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണ്? കുറുക്കി തന്നെയാണോ ഈ പറഞ്ഞ പൈൽസ് രോഗമുള്ളവർ ഉപയോഗിക്കേണ്ടത്? അങ്ങനെ കുറുക്കി തന്നെ ഉപയോഗിക്കണം. മേമ്പൊടിയായിട്ട് എടുക്കുക. അപ്പൊ ചേച്ചിയുടെ ബോട്ടിലെല്ലാം ഈ ലേബൽ ചേർക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും ഇപ്പൊ ഇത് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കണമെന്നും അതെല്ലാം ലേബലിൽ കാണില്ലേ? അതെല്ലാം ലേബലിൽ കാണും. എല്ലാ ലേബലിലും. ഓക്കെ. അപ്പൊ ഈ ലേബൽ ഡിസൈൻ ചെയ്യാൻ ചേച്ചിനെ ആരാ സഹായിച്ചത്? അതുപോലെ ഇത് എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്? അതിനുള്ള സഹായങ്ങളൊക്കെ എവിടുന്നാണ്? അത് നമുക്ക് ഈ MSc RKDP-ന്ന് കുടുംബശ്രീന്നും നമുക്ക് സിന്ധുമാടം എല്ലാം എല്ലാം ചെയ്തു. ഓക്കെ. അത് ഇപ്പോഴും പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ? അതായത് നമ്മുടെ ആവശ്യാനുസരണം ചേച്ചിക്ക് എപ്പോഴും അതിന്റെ അത് കിട്ടുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ. അതറിയാൻ കഴിഞ്ഞാൽ സന്തോഷം. അതുപോലെ സലോമി ചേച്ചിയും പറഞ്ഞല്ലോ ലേബൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് കൃഷിഭവനാണോ അതിന് സഹായിച്ചത്, അതോ ചേച്ചി സ്വന്തമായി ഡിസൈൻ ചെയ്തതാണോ? അത് എവിടെ നിന്നാണ് പ്രിന്റ് ചെയ്ത് ലഭിക്കുന്നത്? അത് എല്ലാ സമയത്തും കിട്ടുന്നുണ്ടോ? അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഇല്ല, പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആദ്യം ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇപ്പോൾ മാറി, അവൾ മുഖാന്തരമാണ് നമ്മളിത് പ്രിൻറ്റ് ചെയ്ത്, നമ്മൾ അടിമാലാണ് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്ത് ഡേറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ കാണിച്ചു. എല്ലാം ഉണ്ട്. എല്ലാവർക്കും തന്നെ FSSAIയുടെ ലൈസൻസും ഒക്കെ ഉള്ളതാണല്ലോ. ഇനി പുതുതായി വരുന്ന ഒരു സംരംഭകനാകാൻ വേണ്ടി ഒരു വനിത വരികയാണ്. അപ്പോൾ ആ വനിതയ്ക്ക് നിങ്ങൾക്ക് എന്ത് ഉപദേശം നൽകാൻ പറ്റും? അതായത് ഈ ചെറുകിട സംരംഭം കൊണ്ട് ആ വനിതയോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം? സലോമി ചേച്ചി. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഒരു രോഗത്തിൽ നിന്ന് മുക്തി നേടി വന്നേക്കുന്ന ഒരാളാണ്. ഞാൻ RCCയിൽ വരെ പോയൊരു പേഷ്യൻ്റാണ്. പക്ഷേ അതെനിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു കാര്യത്തിന് മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ സംരംഭം. ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ പാഴായി പോകുന്ന വസ്തുക്കൾ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെയധികം സന്തോഷം ചേച്ചി. ലിസ് ചേച്ചി, എന്താണ് ഒരു പുതിയ വനിതാ സംരംഭകയോട് ചേച്ചിക്ക് പറയാനുള്ളത്? പുതിയ വനിതാ സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ നമ്മളെപ്പോഴും സപ്പോർട്ട് തരാൻ ആളുണ്ടെങ്കിൽ നമ്മളതിനെ ഇറങ്ങിത്തിരിക്കണം. ആദ്യം നമുക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഏത് ജോലിക്ക് ഇറങ്ങിയാലും ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ ക്ഷമയോടെ നിന്ന് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ആനി ചേച്ചി പറയും, ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എനിക്കും പറയാനുള്ളത് ഇത് മാത്രമാണ്. ഈ ആരും മടി കൂടാതെ മുമ്പോട്ട് വരിക. വനിതകളെല്ലാവരും അകത്തളങ്ങളിൽ ഇന്ന് അവിടെ അവസരം ഉണ്ടാക്കി എടുക്കണം എല്ലാവരും. ഓക്കെ. ഒരു വനിതാ കർഷക ദിനത്തിൽ മാത്രം പ്രശംസിക്കപ്പെടേണ്ട ഒരു ജോലിയല്ല വനിതയുടേത്. അപ്പോൾ എല്ലാ വനിതകൾക്കും ഒരു സംരംഭം തുടങ്ങാൻ, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ഒരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ എല്ലാ വനിതകൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സലോമി ചേച്ചിക്കും ആനി ചേച്ചിക്കും ലിസ് ചേച്ചിക്കും ഞാൻ നന്ദി പറയുന്നു. ദേശീയ വനിതാ കർഷക ദിനത്തോടനുബന്ധിച്ച് മാങ്കുളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ശ്രീമതി ഗ്രീഷ്മ വി മാത്യു നയിച്ച ചർച്ചയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സലോമി ദേവസിക്കുട്ടി, ഇടപ്പുളവൻ, തോക്കുപാറ,
ആനി ജോർജ് മുണ്ടൻചാലിൽ പാറത്തോട്, ലിസി ജോയി എളമ്പശ്ശേരിൽ പുല്ലുകണ്ടം പാറത്തോട്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.